Today, I am going to discuss the arterial system of AIDS. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ദെൻ അതിൽ നിന്ന് വരുന്ന ആർട്ടറീസ് ആൻഡ് വെയിൻസിനെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ രണ്ട് മെയിൻ ആർട്ടീരിയൽ ചാനൽസാണ് വെൻട്രിക്കിൾസിൽ നിന്ന് എറൈസ് ചെയ്യുന്നത്. നമ്മൾ ഹാർട്ടിൻ്റെ വെൻട്രിക്കിൾസിൽ നിന്ന് രണ്ട് മെയിനായിട്ടുള്ള ആർട്ടീരിയൽ ചാനൽസ് എറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് വെൻട്രിക്കിൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഹാർട്ട് ഓഫ് ഫ്രോഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 2 ഓറിക്കിൾസ് ആൻഡ് 2 വെൻട്രിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വെൻട്രിക്കിൾസിൽ നിന്ന് മെയിനായിട്ട് രണ്ട് ബ്രാഞ്ചസ് എറൈസ് ചെയ്യുന്നുണ്ട്, ആർട്ടീരിയൽ ചാനൽസ് എറൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആ ചാനൽസ്? ഫസ്റ്റ് ഈസ് ദി പൾമണറി ആർച്ച്. പൾമണറി ആർച്ചാണ് ഫസ്റ്റ് വൺ. ദിസ് എറൈസസ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പൾമണറി ആർച്ച് എറൈസ് ചെയ്ത് വന്നത്. ദെൻ അടുത്തത് കരോട്ടിക്കോ സിസ്റ്റമിക്. കരോട്ടിക്കോ സിസ്റ്റമിക് ആർച്ച്. ദിസ് ഈസ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് ഒരു ചാനൽ പോകുന്നുണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് അടുത്തൊരു ചാനൽ. ആൻഡ് ദിസ് ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിസ്റ്റമിക് ആർച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിലിവിടെ റൈറ്റ് വൺ ക്യാരീസ് ദി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലേ. ദിസ് ക്യാരീസ് ദി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞു. ആൻഡ് ലെഫ്റ്റ് വൺ ക്യാരീസ് ദി ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പം തന്നെ നമുക്കറിയാം ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേഷന് വേണ്ടി കൊണ്ടുപോകണം. ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡോ ബാക്കിയുള്ള ബോഡി പാർട്സിലോട്ട് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ദെൻ പൾമണറി ആർച്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിന്ന് 2 പൾമണറി ആർട്ടറീസ് എറൈസ് ചെയ്യുന്നുണ്ട്. 2 പൾമണറി ആർട്ടറീസ്. ഇനി ഈ രണ്ട് പൾമണറി ആർട്ടറീസും എന്താണ് ക്യാരി ചെയ്യുന്നത്? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേഷന് വേണ്ടിയിട്ട് ഓരോ ലങ്സിലോട്ടും അത് കയറിപ്പോവും. അതാത് ലങ്സ് ആ ഭാഗത്തുള്ള ബ്ലഡിനെയും കൊണ്ട് കയറിപ്പോവും. അതായത് ഈ ഭാഗത്തോട്ടുള്ള ലങ്സിലോട്ട് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അങ്ങനെ പൾമണറി ആർട്ടറീസ് എന്താണ് ഓക്സിജനേഷന് വേണ്ടിയിട്ട് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലോട്ട് കൊണ്ടുപോകുന്നതാണ് പൾമണറി ആർച്ചിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ഈസ് ദി കരോട്ടിക്കോ സിസ്റ്റമിക് ആർച്ച്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. ഇവിടെ എന്താ പ്രശ്നം ധരിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വൺ ഉണ്ടായിരുന്നതാണ്, ശരിക്കും ഉള്ളതാണ്. പക്ഷേ ബേർഡ്സിൽ ലെഫ്റ്റ് വൺ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഓൺലി റൈറ്റ് അയോർട്ടിക് അല്ലെങ്കിൽ എന്താണ് റിമെയിൻ ചെയ്യുന്നത്? റൈറ്റ് ഈ കരോട്ടിക്കോ സിസ്റ്റമിക് ആർച്ച് എങ്ങനെയായിട്ടാണ് വരുന്നത്? റൈറ്റ് അയോർട്ടിക് ഓർ റൈറ്റ് സിസ്റ്റമിക് ആർച്ച്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ നോർമൽ ഇപ്പോൾ മാമൽസിലൊക്കെ ആണെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രസൻ്റ് ആണ്, പക്ഷെ ബേർഡ്സിൽ ലെഫ്റ്റ് ആബ്സെൻ്റ് ആണ്. നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ റൈറ്റ് അയോർട്ടിക് ഓർ റൈറ്റ് സിസ്റ്റമിക് ആർച്ച് എന്നാണ് ഇവിടെ ബിഗിൻ ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് എറൈസ് ചെയ്യണത് അങ്ങനെയായിട്ടാണ്. ദെൻ ഇവർ നോർമലായിട്ട് കുറേ ബ്രാഞ്ചസ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിലും അവസാനം അത് ബോഡിയുടെ മിഡിൽ ലാസ്റ്റിലോട്ട് വരുമ്പോൾ അതെന്താണ് ഡോർസൽ അയോർട്ടയായിട്ട് അവസാനിക്കില്ല റൺ ചെയ്യുന്നത് കേട്ടോ. അതായത് ഡോർസൽ അയോർട്ടയിൽ നിന്നാണ് പിന്നീട് ബാക്കി ബ്രാഞ്ചസ് പോകുന്നത്. അതായത് റൈറ്റ് അയോർട്ടിക് ആർച്ചസ് ഇവിടെ കുറേ ബ്രാഞ്ചസ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് അത് പലതും ജോയിൻ ചെയ്തിട്ട് ഡോർസൽ അയോർട്ട ആവുകയും പിന്നീട് ഡോർസൽ അയോർട്ടയിൽ നിന്നാണ് ബ്രാഞ്ചസ് പോകുന്നത്.
അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത് കരോട്ടിക്കോ സിസ്റ്റമിക് ആർച്ചിനെ പറ്റിയിട്ടാണ്. മറ്റേൽ ഇത്രയേ ഉള്ളൂ. ഇതോട് കൂടിയിട്ട് അതിൻ്റെ സർക്കിൾ അങ്ങ് തീരണം. നെക്സ്റ്റ് ഈസ് ദി കരോട്ടിക്കോ സിസ്റ്റമിക് ആർച്ച്. അപ്പോൾ അതിൽ തന്നെ കരോട്ടിക്കോ സിസ്റ്റമിക് ആർച്ചിൽ റൈറ്റ് വണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ റൈറ്റ് അയോർട്ട എന്ന് കൊടുക്കാം. ഇതിന് സിസ്റ്റമിക് ആർച്ച് നമുക്ക് റൈറ്റ് ഭാഗത്തുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ റൈറ്റ് അയോർട്ട ആദ്യം തന്നെ അതിൻ്റെ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് അത് 2 ബ്രാഞ്ചസ് ഫോം ചെയ്യും. അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്നോമിനേറ്റ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് ഫോം ചെയ്യുകയും ഓരോ ബ്രാഞ്ചിൽ നിന്നും 2 ബ്രാഞ്ചസ് എഗെയിൻ ഫോം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് കോമൺ കരോട്ടിഡ് ആൻഡ് നെക്സ്റ്റ് ബ്രാഞ്ച് ഈസ് ദി സബ്ക്ലേവിയൻ. അപ്പം ആദ്യം തന്നെ റൈറ്റ് അയോർട്ട റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലുള്ള ഇന്നോമിനേറ്റ് ആയിട്ട് ബ്രാഞ്ച് ആവുന്നുണ്ട്. ദെൻ ഓരോ ഇന്നോമിനേറ്റ് ബ്രാഞ്ചും എഗെയിൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോമൺ കരോട്ടിഡ് ആൻഡ് സബ്ക്ലേവിയൻ. നമുക്ക് നോക്കാം ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമുക്കിത് ഹാർട്ടാണെന്ന് വയ്ക്കുക. ഹാർട്ടിൽ നിന്ന് 2 ബ്രാഞ്ചസ് പോകുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദി ഇന്നോമിനേറ്റ്. ഇതാണ് ഇന്നോമിനേറ്റ്. ഇന്നോമിനേറ്റ് 2 ബ്രാഞ്ച് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോയി. ദെൻ ഇന്നോമിനേറ്റ് 2 ബ്രാഞ്ചസ് ആയിട്ട് എഗെയിൻ പോകുന്നുണ്ട്. ഓരോ സൈഡിലും 2 ബ്രാഞ്ചസ് ആവുണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്? കോമൺ കരോട്ടിഡ്. അത് മുകളിലോട്ടാണ് പോണത്. കോമൺ കരോട്ടിഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദി സബ്ക്ലേവിയൻ. ഇതാണ് സബ്ക്ലേവിയൻ. ഇത് കോമൺ കരോട്ടിഡ്. ഈ ബ്രാഞ്ച് പോകുന്നത്, ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് സബ്ക്ലേവിയൻ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞേ? റൈറ്റ് അയോർട്ട 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്നോമിനേറ്റ്. ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് വരച്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇതെന്താണ്? ആ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്നോമിനേറ്റിൻ്റെ ഓരോ ബ്രാഞ്ചും എഗെയിൻ 2 ബ്രാഞ്ചായിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാണ്? കോമൺ കരോട്ടിഡ് ആൻഡ് സബ്ക്ലേവിയൻ. ഇപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രാഞ്ചസ് ഓഫ് കരോട്ടിഡ് ആർട്ടറി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ബ്രാഞ്ചസ് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് കോമൺ കരോട്ടിഡ് ഓർ കരോട്ടിഡ് ആർട്ടറി. ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ് നമ്മൾ ഇനി ആദ്യം പറയാൻ പോകുന്നത്. ഇതില് കോമൺ കരോട്ടിഡ് ആർട്ടറി റൺ ഫോർവേഡ്, മുകളിലോട്ടാണ് അത് പോകുന്നത്. എലോങ് ദ നെക്ക് റീജിയൻ വരെ എത്തും. നെക്ക് റീജിയൻ വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമൺ കരോട്ടിഡ് ആർട്ടറി തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ അവിടെ എത്തുമ്പോൾ, വെൻ ഇറ്റ് റീച്ചസ് ദി തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ അവിടെ എത്തുമ്പോൾ 3 ബ്രാഞ്ചസിലോട്ട് അതിൻ്റെ ആർട്ടറീസ് കൊടുക്കുന്നുണ്ട്. ഏത്? കോമൺ കരോട്ടിഡ് ആർട്ടറി 3 ബ്രാഞ്ചസ് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരെണ്ണം എന്ന് പറയുന്നത് ഇന്റേണൽ കരോട്ടിഡ്. അത് അതിൻ്റെ ബ്രാഞ്ചസ് പോണത് ബ്രെയിനിലോട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി കോമസ് നെർവി വാഗി. അതെന്ന് പറയുന്നത് ഹെഡിൻ്റെ ഔട്ടർ പാർട്ട് ഓഫ് ദി ഹെഡ്. കോമസ് നെർവി വാഗി. ആൻഡ് തേർഡ് വൺ ഈസ് ദി വെർട്ടിബ്രൽ എന്ന് നിൽക്കുമ്പോൾ തന്നെ എന്താണ് അതെങ്ങോട്ട് കൊടുക്കുന്നത്? അതിൻ്റെ ആർട്ടറി എന്ന് പറയുന്നത് സെർവിക്കൽ വെർട്ടിബ്രയിലോട്ട്. സെർവിക്കൽ
വെർട്ടിബ്ര. അപ്പൊ എന്താണ്? കോമൺ കരോട്ടിഡ് ആർട്ടറി റൺ ഫോർവേഡ് ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദി നെക്ക് റീജിയന്റെ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അവിടെ എത്തുമ്പോൾ അത് 3 ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നുണ്ട്. ഇന്റേണൽ കരോട്ടിഡ് ടു ബ്രെയിൻ, കോമസ് നെർവി വാഗി ടു ഔട്ടർ പാർട്ട് ഓഫ് ദ ഹെഡ് ആൻഡ് വെർട്ടിബ്രൽ ടു സെർവിക്കൽ വെർട്ടിബ്ര. ഇതില് ഇന്റേണൽ കരോട്ടിഡ് കുറച്ച് ദൂരം ഫോർവേഡായിട്ട് മുകളിലോട്ട് പോയിട്ട് അത് വേറൊരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് എക്സ്റ്റേണൽ കരോട്ടിഡ്. ഇന്റേണൽ കരോട്ടിഡ് കുറച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേറൊരു ബ്രാഞ്ച് ഫോം ചെയ്യും. അതിനെ പറയുന്നതാണ് എക്സ്റ്റേണൽ കരോട്ടിഡ്. ഈ എക്സ്റ്റേണൽ കരോട്ടിഡ് എന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ലേറ്റർ ജോയിൻ വിത്ത് കോമസ് നെർവി വാഗി ഓഫ് ദാറ്റ് സൈഡ്. ആ സൈഡിലുള്ള കോമസ് നെർവി വാഗി ആയിട്ട് ജോയിൻ ചെയ്യും എക്സ്റ്റേണൽ കരോട്ടിഡ്. ഇത്ര നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് നോക്കാം. ഇത് സബ്ക്ലേവിയൻ ആൻഡ് ഇറ്റ് ഈസ് ദി കോമൺ കരോട്ടിഡ്. ഇത്രയാണ് നമ്മൾ കണ്ടത്. ദെൻ കോമൺ കരോട്ടിഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്റേണൽ കരോട്ടിഡ്, കോമസ് നെർവി വാഗി ആൻഡ് വെർട്ടിബ്രൽ ആർട്ടറി. അപ്പൊ ഇതാണ് വെർട്ടിബ്രൽ. വെർട്ടിബ്രൽ. ദെൻ കോമസ് നെർവി വാഗി അല്ലേ? കോമസ് നെർവി വാഗി ആൻഡ് ഇന്റേണൽ കരോട്ടിഡ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്, ഇന്റേണൽ കരോട്ടിഡ്. ദെൻ ഇന്റേണൽ കരോട്ടിഡ് കുറെ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് എക്സ്റ്റേണൽ കരോട്ടിഡ്. ഇവിടുന്ന് ഒരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ടെന്ന്, അതാണ് എക്സ്റ്റേണൽ കരോട്ടിഡ്. എന്താ? അതിൻ്റെ ആ സൈഡിലുള്ള കോമസ് നെർവി വാഗി ആയിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ഇത്രേ പറഞ്ഞു. ഇതാണ് എക്സ്റ്റേണൽ കരോട്ടിഡ്. ഇന്റേണൽ കരോട്ടിഡ് കുറെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്റ്റേണൽ കരോട്ടിഡ്. എക്സ്റ്റേണൽ കരോട്ടിഡ് ജോയിൻ വിത്ത് കോമസ് നെർവി വാഗി ഓഫ് ദാറ്റ് സൈഡ്. അത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അടുത്തത് ഇതിൻ്റെ തന്നെ ആൻറ്റീരിയർ സൈഡിലായിട്ട് കുറച്ചുകൂടെ ആൻറ്റീരിയർ ആയിട്ട് എന്താണ് വേറെയും കുറച്ച് ആർട്ടറീസ് ഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാന്ന് നോക്കാം. ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദിസ് കരോട്ടിഡ് ആർട്ടറീസിൽ എന്താണ് കുറച്ച് ആർട്ടറീസ് ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആർട്ടറീസ് നോക്കാതെ തന്നെ. സിറിഞ്ചോ ട്രക്കിയൽ ആർട്ടറി. സിറിഞ്ചോ ട്രക്കിയൽ ആർട്ടറി എന്ന് പറയുമ്പോൾ തന്നെ ആ ടേമിൽ തന്നെ ഉണ്ട്. അത് എങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും? സിറിഞ്ചിയൽ ആർട്ടറി. സിറിഞ്ചിയൽ ആർട്ടറി എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? സിറിങ്സിലോട്ട് ആർട്ടറീസ് പ്രൊവൈഡ് ചെയ്യണത്. ദെൻ ട്രക്കിയൽ ആർട്ടറി. ട്രക്കിയൽ ആർട്ടറി എങ്ങോട്ടായിരിക്കും? ട്രക്കിയയിലോട്ട് അല്ലേ? ദെൻ ഈസോഫാജിയൽ ആർട്ടറി. ഈസോഫാജിയൽ, അത് ഈസോഫാഗസിലോട്ട്. ഇത്രയാണ് സിറിഞ്ചോ ട്രക്കിയൽ ആർട്ടറി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെഗ്മെന്റൽ ആർട്ടറി. അതായത് ആന്റീരിയർ സൈഡില് ഇൻ അഡീഷൻ ടു ദിസ് കരോട്ടിഡ് ആർട്ടറിയിൽ ഈ 3 കൂടാതെ ആന്റീരിയർ സൈഡിൽ കാണുന്ന ആർട്ടറീസാ പറയണത്. മനസ്സിലായല്ലോ? ഒരെണ്ണം സിറിഞ്ചോ ട്രക്കിയൽ ആർട്ടറി. നെക്സ്റ്റ് വൺ ഈസ് ദി സെഗ്മെന്റൽ ആർട്ടറി. സെഗ്മെന്റൽ ആർട്ടറി ഇന്റേണൽ കരോട്ടിഡോട്ട് ബ്രാഞ്ചസ് കൊടുത്തിട്ട് അത് ഹെഡിലോട്ട് പോകും. സെഗ്മെന്റൽ ആർട്ടറി. അത്രയല്ലോ. നെക്സ്റ്റ് വൺ ഈസ് ദി ഹയോമാൻഡിബുലാർ ആർട്ടറി. അതൊന്നും നമുക്ക് പക്ഷെ എല്ലാം കൂടെ വരച്ച് കാണിക്കാൻ പറ്റില്ല, പക്ഷെ അത് പറയാം. ഹയോമാൻഡിബുലാർ ആൻഡ് ഫേഷ്യൽ ആർട്ടറി. ഇതെല്ലാം തന്നെ ഹയോമാൻഡിബുലാർ ഫേഷ്യൽ ആർട്ടറീസ് എല്ലാം തന്നെ
എക്സ്റ്റേണൽ കരോട്ടിഡിലോ എന്നാണ് വരുന്നത്. എക്സ്റ്റേണൽ കരോട്ടിഡ്. അതിലെന്താണ് ഫേഷ്യൽ റീജിയൻ, ഹയോമാൻഡിബുലാർ, ഇതൊക്കെ എന്താണ് ഫേഷ്യൽ റീജിയനിലോട്ട് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസ് ആണ്. അപ്പൊ ഇത്രയും നമുക്ക് നോക്കാം, ഡയഗ്രത്തിൽ നോക്കാം. അപ്പൊ ഇതാണ് സിറിഞ്ചോ ട്രക്കിയൽ ആൻഡ് സെഗ്മെന്റൽ ആർട്ടറി. പിന്നെ അതിന് വേറെ ബ്രാഞ്ചസ് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ദി ബ്രാഞ്ചസ് ഫ്രം കോമസ് വാഗസ് ആർട്ടറി. നെക്സ്റ്റ് ഈസ് ദി ബ്രാഞ്ചസ് ഫ്രം കോമസ് വാഗി. കോമസ് വാഗിന്ന് ഒരുപാട് ബ്രാഞ്ചസ് പോകുന്നുണ്ട്. ഇതെല്ലാം പോവണത് പല പല സ്ഥലത്തോട്ട്. തൈറോയിഡ്, ദെൻ ഈസോഫാഗസ്, ദെൻ ക്രോപ്പ്, നെക്സ്റ്റ് നെക്ക് എക്സെട്ര. ഇങ്ങോട്ടെല്ലാം അതിൻ്റെതായിട്ടുള്ള ബ്രാഞ്ചസ് കൊടുത്തുവിടുന്നുണ്ട്. ഏത് കോമസ് വാഗിന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദി ബ്രാഞ്ചസ് ഓഫ് സപ്ലൈ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ദി ബ്രാഞ്ചസ് ഓഫ് കോമൺ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഈസ് ദി ബ്രാഞ്ചസ് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി. സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. സബ്ക്ലേവിയൻ ആർട്ടറി ആദ്യം തന്നെ രണ്ട് ബ്രാഞ്ചായിട്ട്, രണ്ട് മേജർ ബ്രാഞ്ചസ് പോകുന്നുണ്ട്. അതൊന്ന് ഒന്നെന്ന് പറയുന്നത് ആക്സിലറി ആർട്ടറി. നെക്സ്റ്റ് വൺ ഈസ് ദി ആൻഡ് പെക്ടോറൽ ആർട്ടറി. അതില് ആക്സിലറി ആർട്ടറി ഗീവ് ബ്രാഞ്ചസ് ടു forelimb and that of pectoral artery give branches to fly muscles. അതാണ്. അപ്പം ബ്രാഞ്ചസ് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി ആദ്യം തന്നെ രണ്ട് മേജർ ബ്രാഞ്ചസ് പോകുന്നുണ്ട്. ആക്സിലറി ആർട്ടറി ആൻഡ് പെക്ടോറൽ ആർട്ടറി. ഇതിൽ ആക്സിലറി ആർട്ടറി ഗീവ് ബ്രാഞ്ചസ് ടു എന്താണ് ഫോർലിം ആൻഡ് പെക്ടോറൽ ആർട്ടറി ടു ഫ്ലൈ മസിൽസ്. ഇതില് ഇവരെ ആക്സിലറി ആർട്ടറി വിങ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറി ആർട്ടറിനെ വന്നിട്ട് വിങ്സിന്റെ അവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ബ്രാക്കിയൽ ആർട്ടറി. വിങ്സിന്റെ അവിടെ കൊടുക്കുന്ന ബ്രാഞ്ചാണ് ബ്രാക്കിയൽ ആർട്ടറി. അപ്പൊ അതാണ് ആക്സിലറി ആർട്ടറി കണ്ടിന്യൂസ് അപ് ടു വിങ്സ്. വിങ്സിന്റെ അവിടെ എത്തുമ്പോൾ അത് ബ്രാക്കിയൽ ആർട്ടറി ആയിട്ട് പോകും. ദെൻ കൂടാതെ സബ്ക്ലേവിയൻ ആർട്ടറിയിൽ ഈ രണ്ട് മേജർ ആർട്ടറീസ് കൂടാതെ അഡീഷണൽ ആർട്ടറീസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? സബ്ക്ലേവിയന്റെ തന്നെ അഡീഷണൽ ആയിട്ട് കാണുന്ന ആർട്ടറീസ് ആണ് ഏതൊക്കെയാ? സ്റ്റേർണോ ക്ലാവിക്കുലാർ ആർട്ടറി. സ്റ്റേർണോ ക്ലാവിക്കുലാർ ആർട്ടറി. അതായത് സബ്ക്ലേവിയന്റെ ബേസിൽ വരുന്ന ആർട്ടറിയാണിത്. സബ്ക്ലേവിയന്റെ ബേസിലാണ് ഈ ആർട്ടറി വരുന്നത്. സ്റ്റേർണോ ക്ലാവിക്കുലാർ ആർട്ടറി ബേസ് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി തന്നെയാണ്. ഇതിൻ്റെ തന്നെ ബ്രാഞ്ചസ് എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേർണം, ക്ലാവിക്കിൾ ആൻഡ് കൊറാക്കോയിഡ്. ഇത്രയും സ്ഥലങ്ങളോട്ടാണ് സ്റ്റേർണോ ക്ലാവിക്കുലാർ ആർട്ടറി ഗീവ് ബ്രാഞ്ചസ്. നെക്സ്റ്റ് ആർട്ടറി ആണ് അക്സസറി സ്റ്റേർണോ ക്ലേവിക്കുലാർ ആർട്ടറി. സ്റ്റേർണോ ക്ലാവിക്കുലാർ ആർട്ടറി അതും ബേസ് ഓഫ് ദി സബ്ക്ലേവിയൻ തന്നെയാണ്. സബ്ക്ലേവിയന്റെ ബേസിൽ കാണുന്നത് തന്നെയാണ്. ഇതും എങ്ങോട്ടൊക്കെയാണ്? സ്റ്റേർണത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷോൾഡർ റീജിയൻ, ഷോൾഡർ ഭാഗത്തോട്ടും അക്സസറി സ്റ്റേർണോ ക്ലാവിക്കുലാർ കൊടുക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദി ഇന്റേണൽ മമ്മറി ആർട്ടറി. ഇന്റേണൽ മമ്മറി ആർട്ടറി. ഇന്റേണൽ മെമ്മറി ആർട്ടറി തന്നെ രണ്ട് ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട് ഇന്റേണൽ മെമ്മറി ആർട്ടറിക്ക്. ഒന്ന് ഔട്ടർ ബ്രാഞ്ചസും ദെൻ ഇന്നർ ബ്രാഞ്ചസ്. ഇന്നർ മെമ്മറി ആർട്ടറി ഉണ്ട്, ഔട്ടർ മെമ്മറി ആർട്ടറി ഉണ്ട്. ഇത് എങ്ങോട്ടാ? തൊറാസിക് വാളിലോട്ടാണ് പോകുന്നത്. ഗീവ് ബ്രാഞ്ചസ് ടു
thoracic wall. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കരോട്ടിഡ് ആർട്ടറിയുടെ ഡിവിഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി സബ്ക്ലേവിയൻ. സബ്ക്ലേവിയന് 2 മേജർ ബ്രാഞ്ചസ് ആണുള്ളത്, ആക്സിലറി ആർട്ടറി ആൻഡ് പെക്ടോറൽ ആർട്ടറി. Axillary artery give branches to forelimb and that of pectoral artery flight muscles ആണ്. ദെൻ അത് വിങ്സിലോട്ട് വന്നിട്ട് ബ്രാക്കിയൽ ആർട്ടറി ആയിട്ട് വരും. ഇതിൻ്റെ ഇത് പിന്നീട് പറയാം. ഇനി ഇൻ അഡീഷൻ ടു ദിസ് 2 ആർട്ടറീസ് അഡീഷണൽ ആർട്ടറീസ് ഉണ്ട് സബ്ക്ലേവിയനിൽ. എന്തൊക്കെയാണ്? സ്റ്റേനോക്ലാവിക്കുലാർ which is give branches to sternum, clavicle and coracoid. Next is the accessory sternoclavicular. അത് give branch ചെയ്യുന്നത് സബ്ക്ലേവിയൻ ആൻഡ് സ്റ്റേർണം. അല്ലെ, സബ്ക്ലേവിയൻ്റെ ബേസിൽ തന്നെയാണ് കാണുന്നത്. give branches to sternum and shoulder. And next is the internal mammary artery. ഈ ഇന്റേണൽ മെമ്മറി ആർട്ടറിക്ക് 2 ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്. ഇന്റേണൽ മെമ്മറി ആർട്ടറിക്ക് എന്തൊക്കെയാണ്? ഔട്ടർ ആൻഡ് ഇന്നർ. അത് ഗീവ് ബ്രാഞ്ചസ് ടു thoracic wall. ഇതന്നെ നമുക്ക് ഇനി ഡയഗ്രമാറ്റിക് ആയിട്ട്. അപ്പോൾ ഇവിടെ 2 ബ്രാഞ്ചസ് ആണ് ഇന്നോമിനേറ്റ് പോകണമെന്ന് പറഞ്ഞു. ഒരെണ്ണം എന്ന് പറയുന്നത് സബ്ക്ലേവിയനും ഒരെണ്ണം കോമൺ കരോട്ടിഡും. സബ്ക്ലേവിയനാണ് ഇപ്പോൾ നമ്മൾ 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞ്. ഫസ്റ്റ് ബ്രാഞ്ച് ഈസ് ദി ആക്സിലറി ആൻഡ് നെക്സ്റ്റ് ബ്രാഞ്ച് ഈസ് ദി എന്താ പറഞ്ഞേ? പെക്ടോറൽ. അല്ലേ, ഇതല്ലേ പെക്ടോറൽ എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ദി ആക്സിലറി. ഇനി ആക്സിലറി ബ്രാഞ്ച് വിങ്സിന്റെ ഭാഗത്തോട്ട് അത് മൂവ് ചെയ്ത് പോയിട്ട് വിങ്സിന്റെ അവിടെ എത്തുമ്പോൾ അത് എന്താണ്? ഇത് ഈ വിങ്സിന്റെ റീജിയനിൽ എത്തുമ്പോൾ അത് ബ്രാക്കിയൽ ആർട്ടറി ആവേണ്ടതെന്ന് പറഞ്ഞു. ബ്രാക്കിയൽ ആർട്ടറി. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. നെക്സ്റ്റ് ഈസ് ദി സബ്ക്ലേവിയൻ്റെ തന്നെ ഡിവിഷൻസ് ആണ്. സബ്ക്ലേവിയൻ്റെ ഡിവിഷൻസ് പറഞ്ഞത് എന്താണ്? സബ്ക്ലേവിയനിൽ എന്തൊക്കെയാണ്? സ്റ്റേർണോക്ലാവിക്കുലാർ ആർട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേർണോക്ലാവിക്കുലാർ ആർട്ടറി ആൻഡ് അസസറി സ്റ്റേർണോക്ലേവിക്കുലാർ ആർട്ടറി. സ്റ്റേർണോക്ലേവിക്കുലാർ, അസസറി സ്റ്റേർണോക്ലേവിക്കുലാർ ആൻഡ് ഇന്റേണൽ മെമ്മറി ആർട്ടറി. ഇന്റേണൽ മെമ്മറി ആർട്ടറിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, ഔട്ടർ മെമ്മറി ആർട്ടറി ആൻഡ് ഇന്നർ മെമ്മറി ആർട്ടറി. ഇത്രയല്ലേ പറഞ്ഞു? ഇത്രയാണ് സബ് ക്ലാവിക്കുലാർ ആർട്ടറി. അപ്പൊ ഇതിവിടെ ബ്രാക്കിയൽ ആർട്ടറി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതിൽ ബ്രാക്കിയൽ ആർട്ടറിക്ക് പിന്നെയും ബ്രാഞ്ചസ് പോകുന്നുണ്ട്. അതേതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സബ്ക്ലേവിയൻ്റെ ഒരു ബ്രാഞ്ചാണ് ബ്രാക്കിയൽ ആർട്ടറി. അത് ബ്രാക്കിയൽ ആർട്ടറി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്സിലറി ആർട്ടറിന്ന് വിങ്സിലോട്ട് കിടക്കുമ്പോഴാണ് അത് ബ്രാക്കിയൽ ആർട്ടറി ആവുന്നത്. ബ്രാക്കിയൽ ആർട്ടറി ഒരുപാട് ഡിവിഷൻസ് പിന്നെയും ബ്രാക്കിയൽ ആർട്ടറിക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദി കൊറാക്കോസ്കാപ്പുലാർ. കൊറാക്കോസ്കാപ്പുലാർ ആർട്ടറി. 2 പെക്ടോറൽ ഗേർഡിൽ. പെക്ടോറൽ ഗേർഡിലോട്ട് വരുന്നതാണ് കൊറാക്കോസ്കാപ്പുലാർ ആർട്ടറി. നെക്സ്റ്റ് വൺ ഈസ് ദി profunda brachii. Profunda brachii artery to upper arm. Profunda brachii artery to upper arm. Next one is the circumflexa humeri artery. Circumflexa humeri artery to upper arm. അത് upper arm തന്നെ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ദി സൂപ്പർഫിഷ്യൽ ആർട്ടറി. സൂപ്പർഫിഷ്യൽ ആർട്ടറി അത് ലോവർ ആമിലോട്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദി ulnar and interosseous artery to hand region.
അപ്പം എത്ര ആർട്ടറി? ഇത്രയും ആർട്ടറീസുകളാണ് ബ്രാക്കിയൽ ആർട്ടറി വരുന്നത്. കൊറാക്കോസ്കാപ്പുലാർ ആർട്ടറി ടു പെക്ടറൽ ഗേർഡിൽ, പ്രൊഫണ്ട ബ്രാങ്കി ആർട്ടറി ടു അപ്പർ ആം, സർക്കംഫ്ലെക്സ ഹ്യൂമേറി ടു paramen, superficial artery to lower arm, and ulnar and introsus artery to hand. അപ്പോൾ ഇവിടെ ബ്രാങ്കി ആർട്ടറി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ബ്രാഞ്ചസ് പോകുന്നുണ്ട്, ഇങ്ങനെ ബ്രാഞ്ചസ് അതൊന്ന് പോകുന്നു കേട്ടോ. ഇറ്റ് ഈസ് ദി ഓരോ ബ്രാഞ്ചസ്. ഇതാണ് ബ്രാക്കിയൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ്. അവസാനം ഇതെല്ലാം കൂടെ സബ്ക്ലേവിയനും ഇതെല്ലാം കൂടെ താഴോട്ട് വന്നിട്ട് അത് ഒറ്റൊരു ആർട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ ഫസ്റ്റ് പറഞ്ഞു. ഇതെല്ലാം ബാക്ക്വേർഡ് ആയിട്ട് വന്നിട്ട് അവസാനം അത് ഡോർസൽ അയോർട്ടയായിട്ട് വരുന്നത്. അതായത് ഈ മുകളിലുള്ള ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ആർട്ടറി ആയിട്ട് വരുന്നത്. അതാണ് ഡോർസൽ അയോർട്ട. ദെൻ ഡോർസൽ അയോർട്ടയിൽ നിന്ന് അനദർ ബ്രാഞ്ചസ് ഫോം ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ ആ ഡോർസൽ അയോർട്ട നേരെ താഴോട്ട് പോകുമ്പോൾ അത് പോകുന്ന വഴിയിലുള്ള ഓർഗൻസിലോട്ട് ഓർഗൻസിലോട്ടും ആക്സിയൽ സ്കെൽറ്റനിലോട്ടൊക്കെ അതിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് ഡോർസൽ അയോർട്ട കാര്യം പറയാം. ഈ ഡോർസൽ അയോർട്ട എങ്ങനെയാണ് വന്നതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് റൈറ്റ് സിസ്റ്റമിക് ആർച്ച് ആണല്ലോ ഇത്. റൈറ്റ് സിസ്റ്റമിക് ആർച്ച് അത് ഹാർട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഹാർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ കൊറോണറി ആർട്ടറി കൊടുക്കേണ്ടത്. കൊറോണറി ആർട്ടറി ടു ഹാർട്ടിന്റെ വാളിലോട്ട് കൊറോണറി ആർട്ടറി. എന്നിട്ട് അതിന് ഹാർട്ടിൽ നിന്ന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞു. വെളിയിലോട്ട് വന്നിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ആർട്ടറി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് സീലിയാക് ആർട്ടറി. അത് സീലിയാക് ആർട്ടറി അതൊന്നൊരു സിംഗിളായിട്ട് വന്നിട്ട് ഹാർട്ടിൻ്റെ വെളിയിലോട്ട് വന്നതിന് ശേഷം അതിൻ്റെ ബ്രാഞ്ചസ് ഈസോഫാഗസ്, പ്രോവെൻട്രിക്കുലസ്, അതായത് ഇന്റേണൽ ഓർഗൻസ്, അലിമെന്ററി കനാലിൻ്റെ എല്ലാ ഓർഗൻസിലോട്ട് കൊടുക്കുന്നുണ്ട്. ഗിസാഡ് എക്സെട്ര അതിലോട്ടൊക്കെ സീലിയാക് ആർട്ടറി അതിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പിന്നെ അത് താഴോട്ട് വരുമ്പോൾ ഡോർസൽ അയോർട്ട അവിടുന്ന് പിന്നീട് അത് താഴോട്ട് പോകുമ്പോൾ അടുത്ത ബ്രാഞ്ച് പോകുന്നത് എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനല്ലേ വരിക. അപ്പം എന്താണ്? ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി ഗീവ് ബ്രാഞ്ചസ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് പാൻക്രിയാസ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടും പാൻക്രിയാസിലോട്ടുമാണ് നെക്സ്റ്റ് ബ്രാഞ്ച് പോണത്. അപ്പം എന്താണ്? ഡോർസൽ അയോർട്ട ഹാർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഡോർസൽ അയോർട്ട ഫോം ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ടത് ഹാർട്ടിലോട്ടൊരു ആർട്ടറി കൊടുക്കേണ്ടത്. അതാണ് കൊറോണറി ആർട്ടറി. ദെൻ അത് ഡോർസൽ അയോർട്ടയായിട്ട് ഇത് വന്നിട്ട് എന്താണ്? ഒരു സിംഗിൾ ആർട്ടറി ഇപ്പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് സീലിയാക് ആർട്ടറി എന്ന് പറയുന്നത്. അത് ഈസോഫാഗസ്, പ്രോവെൻട്രിക്കുലസ്, ഗിസാഡ് അതിലോട്ടൊക്കെയാണ് അതിൻ്റെ ബ്രാഞ്ചസ് പോണത്. നെക്സ്റ്റ് അത് താഴോട്ട് കുറേ ദൂരം വരുമ്പോൾ നമുക്കത് ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കാം. ആൻറ്റീരിയർ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ആർട്ടറീസ് ഏതൊക്കെയാണ് പഠിച്ചു വയ്ക്കുക. ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് പാൻക്രിയാസ്. നെക്സ്റ്റ് വൺ ഈസ് ദി ആൻറ്റീരിയർ റീനൽ ആർട്ടറീസ്. ആൻറ്റീരിയർ റീനൽ ആർട്ടറി. അപ്പം അത് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എങ്ങോട്ട് പോകുന്നതായിരിക്കും? കിഡ്നിയിലോട്ട് പോകുന്നതാണ് കേട്ടോ. ആൻറ്റീരിയർ റീനൽ ആർട്ടറി ടു കിഡ്നീസിലോട്ട് പോകുന്നതാണ് ആൻറ്റീരിയർ ലോബ് ഓഫ് ദ കിഡ്നി. ആൻറ്റീരിയർ ലോബ് ഓഫ് ദ കിഡ്നിയിലോട്ടാണ് ആൻറ്റീരിയർ റീനൽ ആർട്ടറി പോകുന്നത്. ഇനി ഈ ആൻറ്റീരിയർ റീനൽ ആർട്ടറി മെയിലാണെന്നുണ്ടെങ്കിൽ അത് ഗീവ് ബ്രാഞ്ചസ് ടു ടെസ്റ്റിസിലോട്ട് ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. 2 ടെസ്റ്റിസ്. അപ്പോൾ എന്താണ്? ആ ഇത് പോകുന്നതാണ് അതിൻ്റെ ബ്രാഞ്ചസ് ടെസ്റ്റിസിലോട്ട് കൊടുത്തിട്ട് വരുന്നതാണ് സ്പെർമാറ്റിക്. അപ്പോൾ ഓരോ റീനൽ ആർട്ടറി അതിൻ്റെ ഭാഗത്തുള്ള ടെസ്റ്റിസിലോട്ട് കൊടുത്തിട്ട് സ്പെർമാറ്റിക് ആർട്ടറീസ് ഫോം ചെയ്യുന്നുണ്ട്. ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവറി മാത്രമേ ഉള്ളൂ, റൈറ്റ് ഓവറി ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഭാഗത്തുള്ള റീനൽ ആർട്ടറി, 2 ഭാഗത്തും റീനൽ ആർട്ടറീസ് ഉണ്ടെങ്കിലും
ലെഫ്റ്റ് ഭാഗത്തുള്ള റീനൽ ആർട്ടറി ഓവറീസിലോട്ട് അതിന്റെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓവേറിയൻ ആർട്ടറി. ഇപ്പൊ സിംഗിൾ ഇവിടെ ഡബിൾ ഉണ്ടാവും, ഇവിടെ എന്താണ് സിംഗിളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സിംഗിൾ വന്നത്? ലെഫ്റ്റ് ഭാഗത്തേ ഉള്ളൂ, റൈറ്റ് ഭാഗത്ത് ഓവറി ഇല്ല. അപ്പൊ റൈറ്റിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ലെഫ്റ്റ് ഭാഗത്തുള്ള റീനൽ ആർട്ടറി അതിന്റെ ബ്രാഞ്ച് ഓവറിയിലേക്ക് കൊടുത്തിട്ട് ഓവേറിയൻ ആർട്ടറി ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദി ഫെമോറൽ ആർട്ടറി. ഫെമോറൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അത് കൊടുക്കുന്നത്? അതിന്റെ ബ്രാഞ്ചസ് തൈയിലോട്ടാണ് കേട്ടോ. തൈയിലോട്ടും പെൽവിക് മസിൽസിലോട്ടും. തൈ ആൻഡ് പെൽവിക്, ഹൈ ലിംബിന്റെ ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഫെമോറൽ ആർട്ടറി ടു തൈ ആൻഡ് പെൽവിക് മസിൽസ്. നെക്സ്റ്റ് വൺ ഈസ് ദി സയാറ്റിക് or ഇഷിയാറ്റിക് ആർട്ടറി. ഇത് ഔട്ടർ തൈയിലോട്ടല്ലേ, ഇത് ഇന്നർ തൈയിലോട്ട്. ഇന്നർ തൈ ആൻഡ് ഹൈ ലിംസിലോട്ടാണിത് സയാറ്റിക് ആർട്ടറി പോണത്. ഇനി സയാറ്റിക് ആർട്ടറിന്ന് എന്താണ്, ഓരോ സയാറ്റിക് ആർട്ടറിന്നും ശരിക്കും മിഡിൽ ലോബിലോട്ട് ഒരു ഇത് പോകുന്നുണ്ട്. മിഡിൽ ലോബ് ഓഫ് ദ കിഡ്നിയിലോട്ട് മിഡിൽ റീനൽ ആൻഡ് പോസ്റ്റീരിയർ ലോബിലോട്ട് വേറൊരു ബ്രാഞ്ച് അത് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ പോസ്റ്റീരിയർ റീനൽ ആർട്ടറി. സയാറ്റിക് ഓർ ഇഷിയാറ്റിക് ആർട്ടറി ഇന്നത്തൈയിലോട്ട് ഒരു ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം കിഡ്നിയുടെ മിഡിൽ ഭാഗത്ത് എത്തുമ്പോൾ അത് മിഡിൽ ഭാഗത്തോട്ട് അതിൻ്റെ ഒരു ബ്രാഞ്ച് പോകുന്നുണ്ട്. അതാണ് മിഡിൽ റീനൽ. ആൻഡ് പോസ്റ്റീരിയർ റീജിയനിൽ എത്തുമ്പോൾ പോസ്റ്റീരിയർ റീനലിലോട്ട് ഒരു ബ്രാഞ്ച് അത് കൊടുക്കുന്നുണ്ട്. അത്രയും അത് ബ്രാഞ്ചസ് അവിടെ കൊടുക്കുന്നുണ്ടെന്ന്. അത്രയും ബ്രാഞ്ചസ് സയാറ്റിക് ആർട്ടറിക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദി പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി അത് റെക്റ്റം ആൻഡ് ക്ലോയാക്കയിലോട്ടാണ് അതിൻ്റെ ബ്രാഞ്ചസ് പോണത്. ദെൻ നെക്സ്റ്റ് ഈസ് ദി ഇന്റേണൽ ഇലിയാക് ആർട്ടറി. ഇന്റേണൽ ഇലിയാക് ആർട്ടറി ടു പെൽവിസ്. പെൽവിസിലോട്ട് കൊടുക്കുന്നതാണ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദി കോഡൽ ആർട്ടറി. കോഡൽ ആർട്ടറി അത് എന്താണ്, ടെയിൽ റീജിയനിലോട്ട്. അപ്പോൾ ഇവിടെ ഇത്രയും ആർട്ടറീസ് ആണ് ഡോഴ്സൽ അയോർട്ട പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ആർട്ടറീസ് എന്താ നിങ്ങളെ ജസ്റ്റ് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരുപാട് ആർട്ടറീസ് ഇതിലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറ്റണത് നമുക്ക് വരയ്ക്കാം. എന്തൊക്കെയാണ്? കൊറോണറി ആർട്ടറി ടു ഹാർട്ട്, celiac artery to internal organs, anterior mesenteric artery to small intestine and pancreas, anterior renal artery to kidneys, anterior part of the kidneys. അതിൽ തന്നെ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട്. മെയിലാണെന്നുണ്ടെങ്കിൽ 2 ബ്രാഞ്ചസ് ഫോം ചെയ്യും, ഫീമെയിലാണെങ്കിൽ 1 ബ്രാഞ്ചേ ഫോം ചെയ്യുന്നുള്ളൂ. ദെൻ ഫെമറൽ ആർട്ടറി എന്ന് പറയുമ്പോൾ ഹൈ ലിംബിലോട്ട് പോകുന്നതാണ്. സയാറ്റിക് ആർട്ടറി അഗെയിൻ ഹൈ ലിംബിലോട്ട് തന്നെയാണ്. അത് 1 ബ്രാഞ്ച് ഹൈ ലിംബിലോട്ടും മറ്റേ ബ്രാഞ്ച് കിഡ്നീസിലോട്ടും പോകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദി പോസ്റ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. അത് റെക്റ്റം ആൻഡ് ക്ലോയാക്കയിലോട്ടാണ്. ദെൻ ഇന്റേണൽ ഇലിയാക് ആർട്ടറി പെൽവിസിലോട്ട്, കോഡൽ ആർട്ടറി ടെയിൽ റീജിയനിലോട്ട്. ഇതന്നെ നമുക്കിനി ഡയഗ്രമാറ്റിക് ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടുന്നാണ് എന്താണ് ബ്രാഞ്ച് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബ്രാഞ്ച് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ വയ്ക്കാം. എന്താണ് ഫസ്റ്റ് വൺ ഈസ് ദി, ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഏതാ? സീലിയാക്. ഇതാണ് സീലിയാക് ആർട്ടറി ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് എന്താണ്
ഡോർസൽ അയോർട്ട ഫോം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ദി ഡോർസൽ അയോർട്ട. ഇറ്റ് ഈസ് ആക്ച്വലി ഇവിടെ നിന്നാണ് ഡോർസൽ അയോർട്ട ബിഗിൻ ചെയ്യണത്. ഇറ്റ് ഈസ് ദി ഡോർസൽ അയോർട്ട. നെക്സ്റ്റ് ഡോർസൽ അയോർട്ട താഴോട്ട് വന്നിട്ട് ഫസ്റ്റ് അതിൻ്റെ ബ്രാഞ്ച് ഫോം ചെയ്യണത് എങ്ങോട്ടാണ്? ആൻറ്റീരിയർ മീസെൻട്രിക് അല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടുള്ളൊരു ബ്രാഞ്ച് ആൻറ്റീരിയർ മീസെൻട്രിക്. ആൻറ്റീരിയർ മീസെൻട്രിക്. അപ്പം ഇതിലിപ്പോൾ ഇവിടെ സീലിയാക്ക് ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞു. ബാക്കി സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടേക്ക് പോകുന്നതാണ് ആൻറ്റീരിയർ മീസെൻട്രിക്. ഇതാണ് ഡോർസൽ. ദെൻ നെക്സ്റ്റ് അത് താഴോട്ട് വന്നിട്ട് ഫസ്റ്റ് എന്താണ് കിഡ്നിയുടെ ഭാഗത്തെത്തുമ്പോൾ അതിന് ഫസ്റ്റ് വരുന്ന ബ്രാഞ്ചാണ് പെയർ ഓഫ് ആണെന്ന് പറഞ്ഞു അല്ലേ. പെയർ ഓഫ് ആൻറ്റീരിയർ റീനൽ. ഫസ്റ്റ് വൺ ഈസ് ദി ആൻറ്റീരിയർ റീനൽ. ഈ ആൻറ്റീരിയർ റീനലിൻ്റെ അവിടെ നിന്നാണ് പിന്നെ എന്ത് പോണത്? ബ്രാഞ്ചസ് പോകുന്നത്. അതായത് സ്പെർമാറ്റിക്, അതായത് ടെസ്റ്റിസിലോട്ടാണെന്നുണ്ടെങ്കിൽ സ്പെർമാറ്റിക് രണ്ട് സൈഡിലോട്ടും പോകും. മറ്റേ ഫീമെയിലാണെന്നുണ്ടെങ്കിലോ ഒരു ഭാഗത്തെ ഓവറിയിലോ. അപ്പോൾ അങ്ങോട്ട് ഓവേറിയൻ ആർട്ടറിയായിട്ട് പോകും. നെക്സ്റ്റ് വൺ ഈസ് ദി താഴോട്ട് വരുമ്പോഴാണ് അപ്പോൾ ആൻറ്റീരിയർ റീനൽ. നെക്സ്റ്റ് എന്താണ്? അതിന് പോകുന്നതാണ് അടുത്ത ബ്രാഞ്ചാണ് ഫെമറൽ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഫെമറൽ. ആൻഡ് ഇറ്റ് ഈസ് ദി ഫെമറലിൻ്റെ അവിടെയാണ് മിഡിൽ റീനലും പോസ്റ്റീരിയർ റീനലും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദി സയാറ്റിക്. നെക്സ്റ്റ് വൺ ഈസ് ദി ഫെമറൽ. അതെന്താണ്? ഹൈലിംബിസിലോട്ടും തൈയിലോട്ടൊക്കെ ഔട്ടർ തൈ ഭാഗത്തോട്ട് പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദി സയാറ്റിക്. സയാറ്റിക് ഭാഗത്ത് വരുമ്പോഴാണ് എന്താ പറഞ്ഞേ? അത് അതിൻ്റെ ബ്രാഞ്ചസ് മിഡിൽ ഭാഗത്തോട്ട് കൊടുക്കുന്നതിനെ എന്താണ്? മിഡിൽ റീനൽ. ആൻഡ് പോസ്റ്റീരിയർ ഭാഗത്ത് ഓഫ് ദ കിഡ്നിയിലോട്ട് കൊടുക്കുന്നതാണ് പോസ്റ്റീരിയർ റീനൽ. ആൻഡ് കൂടാതെ ഈ സയാറ്റിക് ബ്രാഞ്ചസ് എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? തൈയിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന തൈയിലോട്ടും ഹൈലിംബ് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഹൈലിംബിലോട്ടും അതിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഡോർസൽ അയോർട്ട എന്നിട്ട് താഴോട്ട് വരികയാണ്. ഇത് ഡോർസൽ അയോർട്ടയുടെ ബ്രാഞ്ചസ് ആണ്. ഡോർസൽ അയോർട്ട താഴോട്ട് വന്നിട്ട് എന്താണ്? അത് പിന്നീട് ആദ്യം ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് എന്താണ്? പോസ്റ്റീരിയർ മീസെൻട്രിക്. പോസ്റ്റീരിയർ മീസെൻട്രിക് റെക്റ്റത്തിലോട്ടും ക്ലോയാക്കയിലോട്ടൊക്കെയാണെന്ന് പറഞ്ഞു. പോസ്റ്റീരിയർ മീസെൻട്രിക് ഗീവ് ബ്രാഞ്ചസ് ടു റെക്റ്റം ആൻഡ് ക്ലോയാക്ക. റെക്റ്റത്തിലോട്ടും ക്ലോയാക്കയിലോട്ടുമാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി ഇന്റേണൽ ഇലിയാക് ആർട്ടറീസ്. അത് പെയർ ആയിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇന്റേണൽ ഇലിയാക് ആർട്ടറി അതിൻ്റെ ഇത് കൊടുക്കുന്നത് പെൽവിസിലോട്ടാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദി കോഡൽ ആർട്ടറി. അതെങ്ങോട്ടാ? ടെയിലിൻ്റെ അവിടെ വന്നിട്ടാണ് കോഡൽ ആർട്ടറി വന്ന് അവസാനിക്കുന്നത്. കോഡൽ ആർട്ടറി. ഇത്രയാണ് ഡോർസൽ അയോർട്ടയുടെ ബ്രാഞ്ചസ്. അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആർട്ടറി സിസ്റ്റം ഹൈലി കോംപ്ലെക്സ് ആണ്, വളരെ ക്ലോസസ്റ്റ് ടു മമേലിയൻ സിസ്റ്റം ആണ്. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. അതെന്താന്നുള്ളതാണ്, യുണീക്നെസ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഇതിൽ ബേർഡിൽ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് ആർട്ടറി സിസ്റ്റം.